അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിമിൻ്റെ ദിവസം എങ്ങനെ തുടങ്ങണം? അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബറക്കത്തും നിറഞ്ഞ ഒരു പ്രഭാതം ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇന്ന് നമുക്ക് ഒരു മനോഹരമായ ഇസ്ലാമിക പ്രഭാത ദിനചര്യയെക്കുറിച്ച് മനസ്സിലാക്കാം. രാവിലെ ഉറക്കമുണർന്ന നിമിഷം തന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ ചൊല്ലുക. അൽഹംദുലില്ലാഹില്ലദി അഹിയാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. അതിൻ്റെ അർത്ഥം, നമ്മെ മരണസമാനമായ ഉറക്കത്തിനു ശേഷം വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സ്തുതി. അവനിലേക്കാണ് മടങ്ങിച്ചെല്ലേണ്ടത്. ഉറക്കമുണർന്ന ഉടൻ ഫോൺ നോക്കുന്നതിനു പകരം അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ പുതിയ ദിവസവും അള്ളാഹു നൽകിയ ഒരു പുതിയ അവസരമാണ്. അതിനുശേഷം വുളു ചെയ്ത് ഫജ്ർ നിസ്കാരത്തിനായി തയ്യാറാകുക. ഫജ്ർ നിസ്കാരം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ്. ഫജ്ർ നിസ്കാരം സമയത്ത് നിർവഹിക്കുന്നത് ദിനം മുഴുവൻ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സമാധാനം നൽകും. ഫജ്ർ നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം ഖുർആൻ പാരായണത്തിനും ദിക്റിനും വേണ്ടി മാറ്റിവെക്കുക. ദിവസവും ഏതാനും ആയത്തുകൾ എങ്കിലും ഓതാൻ ശ്രമിക്കുക. ഖുർആൻ ഹൃദയത്തിന് വെളിച്ചവും ജീവിതത്തിന് മാർഗദർശനവുമാണ്. തുടർന്ന് രാവിലെ പറയേണ്ട അദ്കാറുകൾ ചൊല്ലുക. അള്ളാഹുവിനെ സ്മരിച്ച് ദിവസം ആരംഭിക്കുന്നവർക്ക് അവൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കും. പ്രഭാത അദ്കാറുകൾ ഒരു വിശ്വാസിയുടെ ആത്മീയ കവചമാണ്. സൂര്യോദയത്തിന് ശേഷം 2 റക്അത്ത് ദുഹാ നിസ്കാരം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹാ നിസ്കാരത്തിന് മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യം സംരക്ഷിക്കാനും ശ്രദ്ധിക്കണം. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ശരീരത്തിന് ചെറിയ വ്യായാമം നൽകുക. ആരോഗ്യമുള്ള ശരീരമാണ് അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ കൂടുതൽ നന്നായി ചെയ്യാൻ സഹായിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൽ ആശ്രയിച്ച് ദുആ ചൊല്ലുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൈകളിലാണെന്ന് മനസ്സിലാക്കി ഓരോ പ്രവർത്തനങ്ങളും ആരംഭിക്കണം. ഒരു നല്ല മുസ്ലിമിൻ്റെ പ്രഭാതം വെറും ജോലികൾ തുടങ്ങുന്നതല്ല, അത് അള്ളാഹുവിനോടുള്ള ബന്ധം ശക്തമാക്കുന്ന സമയമാണ്. പ്രഭാതം നന്നായാൽ പലപ്പോഴും ദിവസം മുഴുവൻ നന്നാകാറുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ തന്നെ ഈ മനോഹരമായ ഇസ്ലാമിക പ്രഭാത ദിനചര്യ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഉറക്കമുണർന്ന നിമിഷം മുതൽ അള്ളാഹുവിനെ സ്മരിക്കുക. ഫജ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കുക. ഖുർആൻ ഓതുക. ദിക്റുകൾ ചൊല്ലുക. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. അള്ളാഹു നമ്മുടെ പ്രഭാതങ്ങളെ ബർക്കത്തുള്ളതും സമാധാനപൂർണവുമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.